അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി തേനിനെ പറ്റിയാണ്. എങ്കിലും ഇത് ഫൈനൽ ക്ലാസ്സാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് ദിവസങ്ങൾ ഈ തേനിനെപ്പറ്റി നമുക്കെടുക്കാൻ പറ്റുമെങ്കിലും ശ്രോതാക്കൾക്ക് എന്തെങ്കിലും മടുപ്പ് തോന്നുമോ എന്ന ഒരു ഭയത്തോടെയാണ് ഇത് നിർത്തുന്നത്, ഈ പാഠം. കാരണം ഇങ്ങനെ നീട്ടിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിലൂടെ ഒരുപാട് വിജ്ഞാനങ്ങളാണ് കിട്ടുന്നത്. നമ്മുടെ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമ്മുടെ പൂർവികരായ ഇമാമിങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളിലും തിബ്ബുന്നബവീൻ്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് എന്നുള്ള ഒരു പ്രത്യേക അറിവുകളും നമുക്ക് ലഭിക്കുന്നു. അറിവുകൾ കരഗതമാക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേകമായി അതിന് ഒരു സമയം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ തേനിൻ്റെ റീസർച്ച് ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അനവധി പഠനങ്ങൾ തേനിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും നടത്തിയിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് ഓൾ റീസെൻറ്റ് റിസർച്ച് അഗ്രീസ് ദാറ്റ് ഹണി ഈസ് ടു ബി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ്സ് effectively treating for different kinds of diseases. There is healing for mankind എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ജനങ്ങൾക്ക് ശിഫയുണ്ട് എന്നാണ് ചുരുക്കത്തിൽ. ഈ തേന് കൊണ്ട് അത് വളരെ നല്ല ഔഷധമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഫുഡും കൂടിയാണ്. അതിൽ എല്ലാവർക്കും ശിഫയുണ്ട്, രോഗശമനമുണ്ട് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ 14 സെഞ്ചുറിക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു പറഞ്ഞു അതിൽ ശിഫയുണ്ട് എന്ന്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കും തോറും അവർക്ക് ലഭിക്കുന്നത് ഒരുപാട് ശിഫകളാണ്. അവർക്ക് അവരുടെ റിസൾട്ടിൽ അവർ പറയുന്നത് ആ പഠനത്തിൻ്റെ അതിൽ ഒരുപാട് വ്യത്യസ്ത രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നാണ്. കാരണം അള്ളാഹുവിന് എല്ലാം അറിയാം. ഈ ശാസ്ത്രജ്ഞന്മാരെയും ശാസ്ത്രത്തെയും പഠിച്ചത് റബ്ബാണ്, അള്ളാഹുവാണ്. അപ്പോൾ എല്ലാ ശാസ്ത്രവും അള്ളാഹുവിന് നന്നായിട്ടറിയാം. ശാസ്ത്രത്തിൽ ചിലപ്പോൾ പറയുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം, പക്ഷേ അള്ളാഹു പറയുന്നതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. അത് എക്സാക്റ്റാണ്. ഇപ്പം ചുരുക്കത്തിൽ ഈ കുട്ടികൾക്ക് ഒരു 4 മാസം കുട്ടികൾക്ക് ആകുമ്പോഴേക്ക്, ശിശുക്കൾക്ക് ആകുമ്പോഴേക്ക് ഡെയിലി 1 ടീസ്പൂൺ എന്നോണം ഈ തേന് കൊടുക്കണം. അത് പാല് ചേർത്തിട്ട്, അതിന് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ പിന്നെയും നല്ലതാണ്, വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കൊടുത്താൽ ചെറിയ കുട്ടികൾക്ക് വരുന്ന തളർച്ച, പിള്ളവാതം, റിക്കറ്റ്സ്, അതേപോലെ തന്നെ രക്തത്തിൻ്റെ കൗണ്ടിൻ്റെ കുറവ്, ഇതെല്ലാം ഇതുമൂലം ഇല്ലാണ്ടാകും. അതായത് രക്തത്തിൻ്റെ കൗണ്ട് അതിൻ്റെ തോതിൽ നിൽക്കും. ഈ പിള്ളവാതം എന്ന് പറയുന്ന ഈ രോഗം കുട്ടികൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ അവർക്ക് അയൻ്റെ അംശവും ധാരാളമായി കിട്ടും, കാൽസ്യവും കുട്ടികൾക്ക് കിട്ടും. അതേപോലെ തന്നെ ചില കുട്ടികൾ രാത്രി ബെഡിലോ പായയിലോ യൂറിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരുടെ മൂത്രസഞ്ചിയുടെ ബ്ലാഡറിൻ്റെ അതിൻ്റെ കംസൂരിയത്ത്, അത് വീക്കായത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അല്ല എങ്കിൽ വേറെന്തെങ്കിലും മാനസിക സംബന്ധമായ ഡിസോർഡറിൽ വിഷയത്തിലും ആകാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് രാത്രി
കിടക്കുന്നതിന് മുമ്പായിട്ട് 1 ടീസ്പൂണ് തേന് കൊടുക്കണം. എന്നാൽ അവരുടെ ഞരമ്പുകളൊക്കെ കൂളാകും, അവരുടെ ബ്ലാഡർ മൂത്രസഞ്ചി എക്സ്പാൻഡ് ആകും. എന്നിട്ട് ഇങ്ങനെയുള്ള മൂത്രം വഹിക്കുന്ന ഈ അവസ്ഥ വരികയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പരിക്കുകൾ, മുറിവുകൾ, തീ പൊള്ളിയത്, ഇതിനൊക്കെ തേന് അപ്ലൈ ചെയ്താൽ, തേച്ചു കൊടുത്താൽ അത് ഉടനെ തന്നെ കുറയും എന്നാണ് പറയുന്നത്. റഷ്യയുടെയും ചീനയുടെയും 2 വലിയ ഡോക്ടേഴ്സ് അവർ ഈ തേനിൻ്റെയും ഫിഷ് ഓയിലിൻ്റെയും, അതായത് മീനിൻ്റെ എണ്ണയുടെയും ഒരു ക്രീം ഉണ്ടാക്കിയിരുന്നു. അത് ഇങ്ങനെയുള്ള മുറിവുകൾക്ക്, ചതവുകൾക്ക്, അതുപോലെ തന്നെ തീ പൊള്ളിയാലൊക്കെ അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. അത് മുഖേന അതിലുണ്ടാകുന്ന വേദനകൾ ഒക്കെ കുറയും എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ ഉണ്ടെങ്കിൽ അതും കുറയും. അതേപോലെ തന്നെ തീ പൊള്ളിയാൽ പെട്ടെന്ന് വരുന്ന ബ്ലിസ്റ്റർ, നമ്മുടെ ഭാഷയിൽ ഈ ഭാഗത്തൊക്കെ പൊക്കളം എന്നാണ് പറയുന്നത്, അത് പെട്ടെന്നായിട്ട് വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ തേൻ അപ്ലൈ ചെയ്താൽ അത് വരികയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ റഷ്യ ചൈനയുടെ ഡോക്ടർമാരുണ്ടാക്കിയ ആ ക്രീം, അത് സിറിയയിലും സൗദി അറേബ്യയിലും ഈജിപ്തിലും ലഭിക്കുന്നുണ്ട്. അത് ഔഷധമാണ് എന്ന് പ്രൂവായിട്ടും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അല്ല എങ്കിൽ തീ പൊള്ളിയാൽ ഈ ബി വേക്സ് ഉണ്ട്, അതായത് തേനീച്ചയുടെ മെഴുക്, അത് ഒലിവ് ഓയിലിൻ്റെ കൂടെ ചേർത്ത് അപ്ലൈ ചെയ്താൽ, തേച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തീ പൊള്ളിയത് സുഖമാകും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വയറുവേദനകൾ, ആസിഡിറ്റി ഒക്കെ തേന് കഴിച്ചാൽ കുറയും. അതേപോലെ തന്നെ വയറ്റിൻ്റെ അകത്ത് വരുന്ന വ്രണങ്ങൾ, പുണ്ണുകൾ, അതേപോലെ തന്നെ അതിൻ്റെ വേദനകളൊക്കെ കുറയും. ഛർദി ഉണ്ടെങ്കിൽ അതും കുറയും. പക്ഷേ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 2 മണിക്കൂർ മുമ്പ് ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് കഴിക്കേണ്ടത് എന്ന് പറയുന്നു. വിട്ടുമാറാത്ത ലിവറിൻ്റെ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് തേന് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. കാരണം അത് ബ്ലഡിൽ ഇതുമൂലം ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് കൊണ്ട് അത് പെട്ടെന്നായിട്ട് കുറയും എന്നാണ്. എന്നിട്ട് ഈ നമ്മുടെ ലിവർ നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു പറഞ്ഞു, അതിൽ ഷിഫയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് എൻ്റെ ബ്രദറിന് വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് 2-3 തവണ പറഞ്ഞ് തേൻ കൊടുക്കുക എന്നാണ്. എന്നിട്ട് അങ്ങനെ കൊടുത്തപ്പോൾ അത് അവിടെ മാറ്റം വന്നു, അതിന് ശമനം വന്നു, അത് സുഖപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഡോസേജ്, എത്രമാത്രം ഡോസേജ് കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് അത്രയും തവണ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇങ്ങനെ ചുരുക്കത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഗവേഷണങ്ങൾ ഇപ്പോഴും ധാരാളം നടന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തെമ്പാടും, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ലോകത്തെമ്പാടും ഇത് കഴിക്കാത്ത സ്ഥലങ്ങളില്ല. അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.